നാടെങ്ങും ക്രിസ്മസ് ആഘോഷത്തിലാണ്. അങ്ങനെ ക്രിസ്മസ് ആഘോഷത്തിന്റെ ആ പുലരിയിലേക്ക് കടക്കുമ്പോൾ ഒരു വാർത്ത അല്പസമയം മുൻപ് വന്നിരുന്നു. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. ക്രിസ്മസ് അവധി മാറ്റിയതിനെ കുറിച്ച് ഉയർന്ന വിവാദം അനാവശ്യമെന്ന് ലോക്ഭവൻ. നാളെ നടക്കുന്ന സദ്ഭരണ ദിനാചരണത്തിൽ താല്പര്യമുള്ളവർ മാത്രം പങ്കെടുത്താൽ മതി, ആരോടും പങ്കെടുക്കാൻ നിർബന്ധിച്ചിട്ടില്ല എന്നും വിശദീകരണം വരുന്നുണ്ട്. റിനു ശ്രീധരാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. റിനു, നാളെ എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുമ്പോഴാണ് ലോക്ഭവൻ ജീവനക്കാർക്ക് മാത്രം അവധിയില്ല എന്ന തരത്തിൽ ഒരു വാർത്ത പുറത്തു വരുന്നത്. UP മോഡൽ ആണ്. മുൻപ് UPയിലും സമാനമായ രീതിയിൽ ഈ ക്രിസ്മസിന് അവധി നിഷേധിച്ചിരുന്നു. ഇപ്പോൾ എന്ത് തരത്തിലുള്ള ഒരു വിശദീകരണമാണ് ലോക്ഭവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്? അപ്പോൾ എല്ലാവരും പങ്കെടുക്കേണ്ടതില്ല എന്ന് തന്നെയാണോ? മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സദ്ഭരണ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നിലവിൽ ക്രിസ്മസ് ദിനമായിട്ടുള്ള നാളെ ലോക്ഭവനിലെ ജീവനക്കാർക്ക് അവധിയില്ല അല്ലെങ്കിൽ അവധി നിഷേധിച്ചുകൊണ്ടൊരു സർക്കുലർ ലോക്ഭവനിൽ നിന്ന് ഇറങ്ങുന്നത്. വലിയ രീതിയിൽ അത് വിവാദമാകുന്ന ഒരു സാഹചര്യമുണ്ടായി. കാരണം UPയിലടക്കം ക്രിസ്മസിന് അവധി നിഷേധിച്ചിരുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ UP മോഡലാണ് കേരളത്തിൽ നടപ്പിലാക്കുവാൻ വേണ്ടി ഗവർണർ ശ്രമിക്കുന്നതെന്നടക്കമുള്ള ഒരു വിവാദം ഉയരുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായി. തുടർന്ന് ഈ സർക്കുലർ ഇറക്കി ഏകദേശം മണിക്കൂറുകൾക്കകം തന്നെ അത് തിരുത്തി ഇറക്കുന്ന ഒരു സാഹചര്യം ലോക്ഭവനിലെ കൺട്രോളറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. അതായത് ആരെയും നിർബന്ധിച്ച് ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി പറയുന്നില്ല, ആവശ്യമുള്ളവർ പങ്കെടുത്താൽ മതി എന്നുള്ളതാണ് ഇപ്പോൾ വിശദീകരണമായി നൽകിയിരിക്കുന്നത്. ഒരു കാരണവശാലും ക്രിസ്മസ് ദിവസം ആരെയും ഈ പരിപാടിയിൽ നിർബന്ധിച്ച് എത്തുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും നിലവിൽ നിലപാട് തിരുത്തിയിരിക്കുന്നു ലോക്ഭവൻ. ആദ്യഘട്ടത്തിൽ ഇത്തരം ഒരു അവധി നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ ആവശ്യമുള്ളവർ അല്ലെങ്കിൽ വേണ്ടുന്നവർ എത്തിയാൽ മതി എന്നുള്ള ഒരു വിശദീകരണമാണ് ഇപ്പോൾ ലോക്ഭവൻ നൽകിയിരിക്കുന്നത്. ശരി, അപ്പോൾ ആ വിവാദത്തിന് ഒരു അറുതി വന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. റിനു ശ്രീധരാണ് വിവരങ്ങൾ നൽകിയത്. ആവശ്യമുള്ളവർ മാത്രം ലോക്ഭവനിലേക്ക് എത്തിയാൽ മതി എന്നുള്ളതാണ് ആ സർക്കുലറിൽ ഇപ്പോൾ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.